ഇന്ന് കേരളത്തെ പിടിച്ചുകുലുക്കിയിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വന്ന് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമ്മുടെ കേരളത്തോട് നടത്തിയതാണ്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ എന്നെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഒട്ടും സുഖകരമല്ലാത്ത വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളിൽ അവർക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ്. അതവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇക്കാലത്ത് ഒരു സാധാരണ ഇപ്പോൾ വാട്സപ്പിലൂടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോട്ടോകളോ ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വിവാഹമോചനം നടക്കുന്ന കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലത്താണ് അതിനോടൊന്നും ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വന്നതെന്നും അതിൻ്റെ ചിത്രങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതും അതൊക്കെ തന്നെ അവരുടെ ഫോണിലുണ്ട് എന്നുള്ളതുമാണ് അവർ പറഞ്ഞേക്കുന്നത്. കൂടാതെ അവർ ഇത്തരം കാര്യവുമായി ബന്ധപ്പെട്ട് 112 എന്ന് പറയുന്ന പോലീസിൻ്റെ സഹായത്തിന് വേണ്ടി പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഇതാണ്. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവർ, അദ്ദേഹം ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുള്ള ഡ്രൈവറാണ്. ആ ഡ്രൈവർ ഇവരുടെ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും അതിനുവേണ്ടി ബലം പ്രയോഗിച്ചുവെന്നും ഇവരെ അതിനുശേഷം ഒരു റൂമിലിട്ട് അടക്കുകയും ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 112ലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർ ശ്രീലേഖ IPS വിളിച്ചു. ശ്രീലേഖ IPS നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ DIG ആയിരുന്നു, ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ. അപ്പോൾ അവരെ വിളിച്ചു. അവരിപ്പോൾ BJPയിലാണ്, BJPയുടെ കൗൺസിലറാണ്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ബന്ധു കൂടിയാണ് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ, ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ശ്രീലേഖ IPS വിളിച്ചു. അപ്പോൾ ശ്രീലേഖയാണ് 112ലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ 112ലേക്ക് വിളിച്ചപ്പോൾ അവിടെ പിങ്ക് പോലീസ് ഉടനെ സ്ഥലത്തെത്തുകയും ആ സ്ഥലത്തെത്തിയതിന് ശേഷം ഇതൊരു കുടുംബ പ്രശ്നമാണ്, നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതാരാണ് പറഞ്ഞയച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസാണ്. തീർച്ചയായിട്ടും ഇവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അവർ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ മന്ത്രി ആയതുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് കേട്ട് അവർക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചോദ്യചിഹ്നമായി വിവാദമായും ഇപ്പോൾ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാർ 112ലേക്ക് വിളിച്ചതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരോ വിളിച്ചു എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ടായി. ഈ ചോദ്യമുണ്ടാകാൻ കാരണം നേരത്തെ തന്നെ ഈ വിഷയം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പടർന്ന് പന്തലിക്കുകയായിരുന്നു, ഒരു റൂമറുകളായി തന്നെ. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ആരുടെയെങ്കിലും പ്രതികരണമില്ലാത്തത് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുക്കാതിരുന്നത്. അങ്ങനെ കൊടുക്കാതിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യമുണ്ടായപ്പോൾ 112ലേക്ക് വിളിച്ചവർക്ക് വട്ടാണ് എന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ആ വട്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഭാര്യ കുറച്ചുകൂടി പ്രൊവോക്കഡ് ആകുകയും വീണ്ടും അവർ തന്നെ വന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ അവർ കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2019 തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം അവർ അതിന് മീഡിയേഷൻ വഹിക്കാൻ ശ്രീലേഖ IPS അന്ന് തന്നെ അവർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ അമ്മയ്ക്ക് ഓർമ്മയില്ലാതിരിക്കുകയാണ്, കൂടാതെ അവരുടെ മകൻ ഇറ്റലിയിലാണ്, അതുകൊണ്ട് അവർക്ക് ആരുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ശ്രീലേഖ IPS ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയനെയും വിളിച്ച് ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നുവെന്നും, പക്ഷേ ഞാൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആലോചിക്കുന്നില്ല, ഫർദർ ഇതിൻ്റെ പുറത്തുള്ള പരാതിയുമായി കൂടി പോകാൻ അവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി കൂടി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ധാർമ്മികമായി ഒരു ശരികേട് കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 5000-ഓളം പ്രണയങ്ങളുണ്ട്. വ്യക്തിപരമായ കാര്യത്തിലേക്ക് ബാക്കിയുള്ള ആളുകൾ ഇടപെടുന്നത് എന്തിനാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നേരത്തെ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യമാരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ തന്നെ ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് അറിയാമായിരുന്നു. ഇപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു കൊളീഗ് തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഞെട്ടിക്കുന്നൊരു പരാമർശം നടത്തിയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരാണോ കൂടെയുള്ളത് അവരാണ് ഭാര്യ എന്നൊക്കെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഓൺ റെക്കോർഡായി തന്നെ കിടക്കുന്നുണ്ട്, വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള പല പരാതികളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോളാർ കേസിലെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ CBIയുടെ റിപ്പോർട്ടുകളിൽ പോലും ഇടപിടിച്ചതാണ്. അവരിൽ കുട്ടികളുടെ കാര്യവുമൊക്കെ തന്നെ ഇടപിടിച്ചതാണ്. അപ്പോൾ അതൊന്നും ഇദ്ദേഹത്തിന് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല കെ.ബി. ഗണേഷ് കുമാറിനെ. കാരണം പത്തനാപുരത്തുള്ള ആളുകൾ വീണ്ടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യിപ്പിക്കും. കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം
അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ ഏറ്റവും നല്ല മന്ത്രിയായിട്ട് മാതൃഭൂമിയുടെയൊക്കെ സർവേ അടക്കം പലരും കണ്ടെത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഫലമാണ്. ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തലാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീബന്ധം അങ്ങനെ പറഞ്ഞാൽ അത് ഏറ്റവും ആദ്യം മുഖവിലക്കെടുക്കലേ വഴിയുള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നത് 2019 മുതൽ ഇത്തരത്തിലുള്ള പീഡനമാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ ഒരു പരാതിക്ക് പക്ഷേ ഞാൻ പോകുന്നില്ല എന്നവർ പറയുമ്പോൾ തൽക്കാലത്തേക്ക് കെ വി ഗണേഷ് കുമാർ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ മതി. പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രി രാജിമേടിച്ച് ചോദിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കുന്നത് പത്തനാപുരത്തുള്ള ഒരു പ്രത്യേക സാഹചര്യം വെച്ചിട്ട് കെ വി ഗണേഷ് കുമാർ അവിടെ നിന്ന് ജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ കെ ബി ഗണേഷ് കുമാർ അവിടെ നിന്ന് ജയിച്ചാലും ഇടതുപക്ഷത്തിന് ഒന്നടങ്കം തന്നെ വലിയ നാണക്കേടുണ്ടാക്കുകയും മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി നേരിടാനും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഇഷ്യൂ ഒക്കെ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ താഴ്ന്നു പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട് ഉണ്ടാവുക. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരാതി ഇല്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടാവില്ല. കെ ബി ഗണേഷ് കുമാറിന് വലിയ പരിക്കൊന്നും പറ്റാനില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് 5000-ലധികം പ്രണയങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രണയിക്കാത്തവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രണയിക്കണം എന്ന് പറയുന്ന ചില ഉപദേശങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ കെ ബി ഗണേഷ് കുമാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാതെ ഇത് പൂർത്തിയാവില്ല. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മാങ്കൂട്ടം ഇതുവരെ ഇല്ലാത്ത വിധം സടകുടഞ്ഞെണീക്കുകയും ഇത് എന്നാണ് പിണറായി വിജയൻ തൊട്ടടുത്ത് താമസിക്കുന്ന കെ വി ഗണേഷ് കുമാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഏതോ ഒരു നിരപരാധിയാണ് എന്നുള്ള മട്ടിലൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. സത്യത്തിൽ നിരപരാധിയാണെന്നുള്ള മട്ടിലല്ല, ഞാനും ചെയ്തു അവനും ചെയ്തു, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സുഖം കിട്ടുമല്ലോ. അത്തരത്തിലുള്ളൊരു സംസാരമാണ് പ്രിയപ്പെട്ട ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഇതൊരു റീ എൻട്രിക്ക് കൂടി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ പാലക്കാടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി തിരിച്ചു വരാനോ ഇതൊക്കെ സഹായിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഉദ്ദേശം കൂടിയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ കെ ബി ഗണേഷ് കുമാർ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെഞ്ചൻസും പ്രതികാരവും കൂടി തീർക്കാനുള്ള ഒരു വേദിയാക്കി കൂടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് മാറ്റുകയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരാതി ഇല്ലാത്തിടത്തോളം കാലം കെ ബി ഗണേഷ് കുമാർ താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പരാതി വന്നാൽ സ്വാഭാവികമായിട്ടും ഇത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി വലിയ പുലിവാലാകും. മന്ത്രിയുടെ രാജി ചോദിച്ച് വാങ്ങേണ്ടി വരും പിണറായി വിജയന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതുണ്ടായില്ലെങ്കിൽ ഇത് താൽക്കാലികമായി ഒരു വിഷയമായി തീരുകയും അത് കെട്ടടങ്ങി പോവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, കേരളത്തിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ദുരിതം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതൊരു സ്ത്രീക്കും സംരക്ഷണം കൊടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അത് മന്ത്രിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആരാണെങ്കിലും കേരളത്തിൻ്റെ നിയമം അനുസരിച്ച് അത്തരത്തിലുള്ള സംരക്ഷണം കൊടുക്കണം. പക്ഷെ അതൊന്നും ഇവിടെ നടക്കാറില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്.